സരസിന് വന്ദനം. പ്രസിദ്ധമായ ഒരു കവിതയാണ് ഭൂതപ്പാട്ട്. അതിനെ കഥാരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഞാനിവിടെ. ഒരു അമ്മക്ക് സ്വന്തം മകനോടുള്ള സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും കഥയാണ് ഇത്. പണ്ട് പണ്ട് കുന്നിൻചെരു ഗ്രാമത്തിലെ ഒരു കൊച്ചു വീട്ടിൽ എന്നും കുട്ടികൾ വരി വരിയായി വന്നു. എന്തിനാണെന്നോ? മുത്തശ്ശി പറയുന്ന കഥ കേൾക്കാൻ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മഹാവികൃതിയായ ഉണ്ണിക്കുട്ടൻ മുത്തശ്ശിയുടെ അടുത്തെത്തി. മുത്തശ്ശി മുത്തശ്ശി, അമ്മ എന്നെ തല്ലി, അമ്മ ചീത്തയാ. മുത്തശ്ശി ഉണ്ണിക്കുട്ടനെ ആശ്വസിപ്പിച്ചുകൊണ്ട് കഥ പറയാൻ തുടങ്ങി. പണ്ട് പണ്ട് മലമുകളിൽ ഒരു ഭൂതം താമസിച്ചിരുന്നു. വഴിപോക്കരെ എല്ലാം ഭക്ഷിക്കുകയായിരുന്നു പതിവ്. അങ്ങനെ മലയുടെ താഴ്വരയിലൂടെ പോകുന്നവരെല്ലാം ഭൂതത്തിൻ്റെ ഭക്ഷണമായി മാറി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നങ്ങേലിയുടെ കുട്ടി എഴുത്തു പഠിക്കാൻ പോയതും നല്ല തങ്കക്കുടം പോലത്തെ കുട്ടിയെ കണ്ട ഭൂതത്തിന് അവനെ കൈക്കലാക്കാൻ കൊതിയായി. ഭൂതം ഒരു കൊച്ചു തമ്പ്രാട്ടിയെ വേഷം കെട്ടി കുഞ്ഞിനെയും കൊണ്ട് മലമുകളിലേക്ക് പോയി. നേരം സന്ധ്യയായി. അമ്മ തൻ്റെ കുഞ്ഞിനെ തേടി നടന്നു. അപ്പോഴാണ് ചാത്തനെ കണ്ടത്. ചാത്ത ചാത്ത, നിങ്ങൾ എൻ്റെ ഉണ്ണിയെ കണ്ടോ? ഓ തമ്പുരാട്ടിയെ, മലമുകളിലേക്ക് പോകുന്നത് കണ്ടോ? കൂടെ ഒരു കൊച്ചു തമ്പുരാട്ടിയും. ഉണ്ണി 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 എന്ന് വിളിച്ചു കണ്ട് അമ്മ മലമുകളിലേക്ക് ഓടിക്കയറി. ഭൂതത്തിനെ കണ്ട അമ്മ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, അല്ലയോ ഭൂതമേ, നീ എൻ്റെ ഉണ്ണിയെ തിരിച്ചറിയുമോ? ഭൂതം ഒരു കൊടുങ്കാറ്റയച്ച് അമ്മയെ പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷെ അമ്മ അതിനൊന്നും ഭയന്നില്ല. അവസാനമായി ഭൂതം പറഞ്ഞു, നിന്റെ 2 കണ്ണുകളും എനിക്ക് തന്നാൽ ഞാൻ നിന്റെ ഉണ്ണിയെ തിരിച്ചു തരാം. പാവം അമ്മ. ഉണ്ണിയെ കിട്ടാനായി അമ്മയുടെ 2 കണ്ണുകളും ഭൂതത്തിന് കൊടുത്തു. ഭൂതത്തിൻ്റെ സൂത്രം കേൾക്കണോ? ഭൂതം ഒരു തെച്ചിപ്പൂ പറിച്ചെടുത്തു മന്ത്രം ചൊല്ലി മറ്റൊരു ഉണ്ണിയെ അമ്മക്ക് കൊടുത്തു. അമ്മ തൻ്റെ ഉണ്ണിയെ വാരി പുണർന്നു. അപ്പോൾ അമ്മക്ക് മനസ്സിലായി ഇത് തൻ്റെ ഉണ്ണിയല്ല എന്ന്. പെറ്റ വയറിനെ ശപിച്ച ഭൂതമേ, ഇന്ന് ഞാൻ നിന്നെ ശപിക്കുന്നു. ശാപം തനിക്കാവില്ലെന്ന് മനസ്സിലായ ഭൂതം അമ്മയുടെ 2 കണ്ണുകളും ഉണ്ണിയെയും തിരിച്ചു നൽകി. മുത്തശ്ശിയുടെ കഥ കേട്ട ഉണ്ണിക്കുട്ടന് അമ്മമാരോടുള്ള ദേഷ്യങ്ങളെല്ലാം മാറി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അമ്മമാർ നമ്മളെ തല്ലും ശാസിക്കും. ഇതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നന്ദി.